ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ വർക്കിംഗ് മോമിനെ ഡെഡിക്കേറ്റ് ചെയ്യാണ്. ഞാനൊരു വർക്കിംഗ് മോമാണ്. അപ്പോൾ ഞാൻ എൻ്റെ ലൈഫിൽ എങ്ങനെയാണ് വർക്കും അതുപോലെ മോളുടെ കാര്യവും ഇങ്ങനെ മാനേജ് ചെയ്തുകൊണ്ട് പോകുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു വീഡിയോ ആയിരിക്കും ഇത്. ഇപ്പോൾ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, നമുക്ക് മെയിനായിട്ട് തോന്നുന്ന ഒരു കുറ്റബോധങ്ങളുണ്ട്. അതായത് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് എനിക്ക് എൻ്റെ കുട്ടിയുടെ കാര്യം ചെയ്യാൻ പറ്റുന്നില്ല, ഞാൻ ചെയ്ത് ശരിയാവോ, അങ്ങനെയുള്ള കുറേ തെറ്റിദ്ധാരണകളുണ്ട്. അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് നമ്മുടെ കുട്ടിയെ നോക്കാൻ സമയം കിട്ടുന്നില്ല, അങ്ങനത്തെ ചിന്താഗതിയൊന്നും വേണ്ട. അതായത് നിങ്ങൾ ചെയ്യുന്ന എന്താണോ ദാറ്റ്സ് എ ഗുഡ് ജോബ്. നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വർക്ക് ചെയ്യുന്നതുകൊണ്ട് നമ്മളെ ഫാമിലിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, നമുക്ക് വർക്ക് ചെയ്യുന്നതുകൊണ്ട് കുറേ ബെനിഫിറ്റ്സും നമുക്കുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. നമ്മൾ ചെയ്യുന്നത് ശരിയാവുന്നുണ്ടോ, എന്താണോ നമ്മൾ ചെയ്യുന്നത് അത് ശരിയാണ്. ഓക്കെ. സെക്കൻഡ് പോയിന്റ് ആണ് സെറ്റ് പ്രയോറിറ്റീസ്. ഇത് നമ്മളിപ്പോൾ എണീറ്റ് ഇല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഇന്ന കാര്യത്തിന് നമ്മൾ പ്രയോറിറ്റി കൊടുക്കുക. നെക്സ്റ്റ് ഇന്ന സമയം തുടങ്ങി ഇന്ന സമയം വരെ നമ്മൾ വേറെ കാര്യത്തിന് പ്രയോറിറ്റി കൊടുക്കുക. എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ഞാൻ രാവിലെ എണീറ്റിട്ട് കുറച്ച് സമയം അവൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യും. അതായത് അവളുടെ ബേസിക് കാര്യങ്ങൾ അതൊക്കെ ചെയ്യും. പിന്നെ പോയി കിച്ചണിൽ പോയിട്ട് അമ്മയെ ഹെൽപ്പ് ചെയ്യും. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ വർക്കിലേക്ക് കയറും. അപ്പോൾ അങ്ങനെ നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾക്ക് എന്തൊക്കെയാണോ മെയിൻ കാര്യങ്ങൾ എന്നുള്ളത് അത് പ്രയോറിറ്റി സെറ്റ് ചെയ്തിട്ട് മാനേജ് ചെയ്യാൻ നോക്കുക. അതാണ് സെക്കൻഡ് പോയിന്റ്. തേർഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ പ്ലാനിങ്. നിങ്ങൾക്ക് പ്ലാനിങ് വേണം. പ്ലാനിങ് ഉണ്ടെങ്കിലേ എല്ലാം നടക്കുള്ളൂ. നമുക്ക് പ്ലാനിങ് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അതായത് ഓഫ്ലൈൻ ആയിട്ടോ അല്ലെങ്കിൽ ഓൺലൈൻ ടൂൾസ് ആപ്സ് ഒക്കെ അവൈലബിൾ ആണ്. ഞാൻ ജസ്റ്റ് നമ്മുടെ ആപ്പാണ് യൂസ് ചെയ്യുന്നത്. എൻ്റെ ഒരു ഷെഡ്യൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കിപ്പം 9:50 ആകുമ്പോഴേക്കും എനിക്ക് കോളിൽ കയറും, ഞാൻ വർക്കിന് കയറും. അപ്പോൾ ആ സമയത്ത് ഞാനൊരു അലാം സെറ്റ് ചെയ്യും. അല്ലെങ്കിൽ രാവിലെ 8:30 എന്നുള്ള സമയത്ത് നമ്മൾ മോൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്നതാണ്. അപ്പോൾ ആ സമയം സെറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു റൂട്ടീനിൽ കാര്യങ്ങൾ കൊണ്ടുവരാൻ നോക്കുക. അതായത് ഇത്രയും സമയം നമ്മുടെ വേസ്റ്റ് ആയിപ്പോയി അങ്ങനത്തെ ഒരു ചിന്താഗതി ഉണ്ടാവില്ല. നമുക്ക് എല്ലാം മാനേജ് ചെയ്തുകൊണ്ട് പോകാൻ എളുപ്പമായിരിക്കും. അപ്പോൾ അതൊരു മെയിൻ കാര്യമാണ്. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണോ നിങ്ങൾക്കൊരു പേപ്പറിൽ നമ്മൾ പ്ലാൻ ചെയ്ത് കൊണ്ടുപോകാനാണെങ്കിൽ അത് മതി. അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്യുക. അതല്ല ഓൺലൈൻ ആപ്സ് യൂസ് ചെയ്തിട്ടാണെങ്കിൽ അങ്ങനെ നിങ്ങൾ റൂട്ടീൻ സെറ്റ് ചെയ്ത് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കുക. പിന്നെ അടുത്തൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ, മോം നമുക്ക് ഒരു മെയിൻ കാര്യമാണ് മീൽ പ്ലാനിങ് എന്നുള്ളത്. നമ്മൾ വർക്കിംഗ് ആവുമ്പോൾ നമുക്ക് എല്ലാം, അതായത് ഇപ്പോൾ മൺഡേ ആണെങ്കിൽ അല്ലെങ്കിൽ ട്യൂസ്ഡേ വീക്ക് ഡേയ്സ് നമുക്ക് എല്ലാം നമ്മളെ കൊണ്ട് ഒറ്റയടിക്കും എല്ലാം മാനേജ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റില്ല. പിന്നെ മുതലോ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, എപ്പോഴും അടുക്കളയിൽ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുക എന്നുള്ളത്. അത് ഞാൻ ഫോളോ ചെയ്യാറുള്ളൊരു കാര്യമാണ്. നമ്മൾ കിച്ചണിൽ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ, അതായത് പച്ചക്കറികളാവട്ടെ, നമുക്ക് സാറ്റർഡേ സൺഡേ ഒക്കെ സമയം ഉണ്ടെങ്കിൽ ആ ദിവസങ്ങൾ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ട് നമ്മളൊരു സീലിംഗ് ബാഗിൽ സീൽ ചെയ്തിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം. അതുപോലെ വീക്ക് ഡേയ്സ് ഒക്കെ തന്നെയാണെങ്കിൽ ഒരുപാട് വലിയ വിഭവങ്ങൾ ഉണ്ടാക്കാതെ ചെറിയ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ചെറിയ വിഭവങ്ങൾ ഉണ്ടാക്കുക. അപ്പോൾ അങ്ങനെയുള്ള മീൽ പ്ലാനിങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സമയം ഒരുപാട് സേവ് ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്ക് എല്ലാം മാനേജ് ചെയ്ത് കൊണ്ടുപോകാനും ഇത് ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീക്ക് അതേഴ്സ് ഹെൽപ്പ്. അതായത് നമുക്ക് എല്ലാം മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റണില്ലെങ്കിൽ ഇറ്റ്സ് ഓക്കെ, നമുക്ക് ആരെയും കുറ്റം പറയാനില്ല അതിനകത്ത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, മറ്റുള്ളവർ അവൈലബിൾ ആയിട്ടുള്ള ആൾക്കാരുടെ ഹെൽപ്പ് ചോദിക്കുക. അതിലൊരു തെറ്റുമില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരെന്ത് വിചാരിക്കും ആ ചിന്താഗതിയൊക്കെ മാറ്റി വയ്ക്കുക. നമുക്ക് വേണ്ട ഹെൽപ്പ് നമ്മൾ ചോദിച്ചു മേടിക്കുക. അതായത് ഇപ്പോൾ ഹസ്ബൻഡാണ് അവൈലബിൾ ആണെങ്കിൽ നമ്മൾ ചോദിക്കുക, ഹസ്ബൻഡിനോട് ഇത് കാര്യം ചെയ്യാൻ ഒന്ന് ഹെൽപ്പ് ചെയ്യാമോ എന്നെ, അങ്ങനെ ചോദിക്കാൻ ഹസ്ബൻഡിൻ്റെ ഹെൽപ്പ് എടുക്കുക. അല്ലെങ്കിൽ ആരാണോ അവൈലബിൾ ആയിട്ടുള്ളത് അവരുടെ ഹെൽപ്പ് ചോദിക്കുക. അപ്പോൾ ഞങ്ങൾ ഒരു ജോയിൻറ്റ് ഫാമിലിയാണ്. അപ്പം ഞാനായാലും അല്ലെങ്കിൽ നമ്മളെല്ലാവരും ഹെൽപ്പ് ചോദിച്ചിട്ടാണ് നമ്മളൊരു ഫാമിലി മുന്നോട്ട് കൊണ്ടുപോകുക അല്ലേ. അപ്പോൾ നമ്മൾ അതിനകത്ത് സീക്കിങ് ഹെൽപ്പ് തെറ്റായിട്ടുള്ള ഒരു കാര്യമല്ല. പിന്നെ എൻ്റെ വർക്കിന് കയറി കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ പിന്നെ എനിക്ക് അധികം സമയം അവളുടെ കൂടെ രാവിലെ അങ്ങനെ സ്പെൻഡ് ചെയ്യാൻ സമയം കിട്ടാറില്ല. പിന്നെ വൈകുന്നേരം ഒരു 7 മണി കഴിയുമ്പോഴാണ് എൻ്റെ വർക്ക് ഏകദേശം കഴിയുക. അപ്പോൾ ആ സമയത്താണ് ഞാൻ കുറച്ച് 7 മണി തുടങ്ങി ഒരു 8 മണി വരെ ഞാൻ അവളുടെ കൂടെ തന്നെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യും. അതായത് അവളുടെ കൂടെ കളിക്കും, അവളുടെ കൂടെ ഇരിക്കും. അങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. ആ സമയം ഇപ്പം നിങ്ങൾക്കും കുട്ടികളുണ്ടാവുമല്ലോ, അപ്പോൾ അവരുടെ കൂടെ നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന സമയം അത് അവർക്ക് വേണ്ടിയായിരിക്കണം. അല്ലാതെ ആ സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സൈഡിൽ കൂടെ ഫോൺ സ്ക്രോൾ ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ മെസ്സേജ് ചെയ്യുക, പിങ് ചെയ്യുക, പരിപാടികളൊക്കെ മാറ്റി വയ്ക്കുക. അതായത് സ്പെൻഡ് ചെയ്യുന്ന സമയം എത്രയാണോ, അതായത് നിങ്ങൾക്ക് ഒരു അരമണിക്കൂറായിരിക്കാം നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നത്, പക്ഷെ ആ അരമണിക്കൂർ അവളല്ലെങ്കിൽ അവൻ എൻജോയ് ചെയ്യാൻ പറ്റണം. അതായത് ആസ് എ മോം നമ്മുടെ പ്രസൻസ് ഫുള്ളി അവിടെ അവർക്ക് വേണം. അടുത്തൊരു പോയിന്റ് എന്ന് പറയുകയാണെങ്കിൽ ലേൺ ടു സേ നോ. അതായത് നോ പറയേണ്ടടുത്ത് നമ്മൾ നോ തന്നെ പറയണം. അതായത് നമുക്ക് ചില സിറ്റുവേഷൻസ് വരാം. അതായത് നമുക്ക് വർക്ക് ചിലപ്പം എക്സ്റ്റെൻഡ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ നോ പറയുക. നമ്മുടെ മാനേജറോട് ഒരു പൊളൈറ്റായിട്ടുള്ള രീതിയിൽ നോ പറയുക. അല്ലെങ്കിൽ എന്താ പറയുക, ഇപ്പം നമ്മൾ
നമ്മുടെ എക്സ്പെക്ടേഷൻസ് സെറ്റ് ചെയ്യുക നമ്മുടെ മാനേജേഴ്സിൻ്റെ അടുത്ത്. അതായത് മാനേജർ അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന ആരാണ് റിപ്പോർട്ട് ചെയ്യുന്ന അവരോട് പറയുക, അതായത് നമുക്ക് ഇങ്ങനെ പ്രയോറിറ്റീസ് ഉണ്ട്, നമുക്ക് കുട്ടികളുണ്ട്, നമുക്ക് ഇങ്ങനെ കാര്യങ്ങളുണ്ട്, അതൊക്കെ നേരത്തെ പറയുക. ഇപ്പം ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയാനാണെങ്കിൽ, ഞാൻ എൻ്റെ മാനേജറോട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഇത്ര വയസ്സായിട്ടുള്ള ഒരു കുട്ടിയുണ്ട്, അപ്പോൾ എനിക്ക് ഇത്ര സമയത്തിന് ശേഷം വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ എനിക്ക് അവളുടെ കൂടെ സ്പെൻഡ് ചെയ്യണം, അവളുടെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അതുകൊണ്ട് എനിക്ക് അധികം എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അപ്പം നമുക്കത് എപ്പോഴും ചെയ്യാൻ പറ്റണമെന്നില്ല, പക്ഷെ നമുക്ക് പറ്റുന്നിടത്തോളം നമ്മൾ പറയുക നമ്മുടെ മാനേജറിൻ്റെ അടുത്ത്. അതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു വെക്കുക, ഇതൊക്കെ നമ്മുടെ കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ചെയ്യുന്ന കുറച്ച് വർക്കും നമ്മുടെ ലൈഫും, അതായത് കുട്ടിയായിട്ടുള്ള ലൈഫും മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നത് കുറച്ച് കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ തന്നെയാണോ ചെയ്യുന്നത്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ? അപ്പോൾ അതൊക്കെ നിങ്ങൾ ഏതെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കുക. വരുന്ന മോംസിന് അത് ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ നിങ്ങളുടെ സജഷൻസും കാര്യങ്ങളൊക്കെ ഞങ്ങളെ അറിയിക്കുക. ഇത് ഞങ്ങളുടെ ഫസ്റ്റ് ഫുൾ ഫോമാറ്റിലുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഇതുവരെ ഞങ്ങൾ ഷോർട്സ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് ഇഷ്ടപ്പെട്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ സജഷൻസ് ഒക്കെ അറിയിക്കുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.